ഹായ്. അങ്ങനെ നമ്മുടെ സഞ്ജു ടെക്കിയുടെ ചാനൽ പൂട്ടിക്കിട്ടുകയാണ്. സഞ്ജുവിന്റെ ലൈസൻസ് റദ്ദാക്കി എന്നേക്കുമായി. ഇനി ഒരു ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ പ്രയാസമായിരിക്കും. റെഡ് മാർക്ക് വീണ് കഴിഞ്ഞില്ലേ, അതുകൊണ്ട്. മനുഷ്യന് അഹങ്കാരം ഒരു പരിധിവരെയൊക്കെ ആവും. പക്ഷെ പണത്തിന്റെ ആ ഒരു എല്ലിന്റെ ഇടയ്ക്ക് കുത്തലുണ്ടല്ലോ, അതൊട്ടും ശരിയായ ഒരു നടപടി ഏർപ്പാടല്ലായിരുന്നു സഞ്ജു കാണിച്ചത്. 10-27 ലക്ഷം രൂപയുടെ ഒരു കാറ് സ്വിമ്മിംഗ് പൂൾ ആക്കുമെന്ന് പറഞ്ഞാൽ ഒരു കാറ് മേടിക്കാൻ ഓരോരുത്തർ കിണഞ്ഞ് പരിശ്രമിക്കുന്നതിന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും. ഇത്രത്തോളം ഒരു ചാനലിന് റീച്ച് വരാൻ വേണ്ടി അതപ്പതിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ കോമാളിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഒരു യൂട്യൂബറെ സംബന്ധിച്ച് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ആള് സമൂഹത്തിൽ എന്ത് മെസ്സേജാണ് ഇതുവഴി കൊടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം ലൈസൻസ് റദ്ദ് ചെയ്തു കഴിഞ്ഞു. സഞ്ജു TS എന്ന ബ്ലോഗർ തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളെല്ലാം പരിശോധിക്കുന്നതിന് ഒരു ടീമിനെ ഞാൻ നിയമിച്ച് ആ ടീം ഈ പറയുന്ന എല്ലാ വീഡിയോസും തന്നെ പരിശോധിച്ചു. ഏതാണ്ട് 10-12ഓളം വീഡിയോസിൽ വളരെ ഗുരുതരമായ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി സഞ്ജു TSന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ സഞ്ജു TSന് കഴിയില്ല. മോട്ടോർ വാഹന നിയമം അനുസരിച്ച് സസ്പെൻഷനായാലും ലൈസൻസ് റദ്ദാക്കിയതായാലും അപ്പീലിനുള്ള പ്രൊവിഷനുണ്ട്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തിരുവനന്തപുരം അദ്ദേഹത്തിന് അപ്പീൽ 30 ദിവസത്തിനുള്ളിൽ നൽകാവുന്നതാണ്. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷയാണ് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുക എന്നുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുക. മോട്ടോർ വാഹന നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ബ്ലോഗർമാരുടെ നടപടികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി. സഞ്ജു ഈ കാറിന് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ളതാ ടാറ്റ കമ്പനിയുമായിട്ട്. അന്നെന്തോ ഈ എഞ്ചിൻ സംബന്ധമായ വിഷയങ്ങളുള്ളതുകൊണ്ട് ടാറ്റയുമായിട്ട് ഒരുപാട് മല്ലിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടുന്ന് കോടതി വഴി ആൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള നഷ്ടങ്ങൾ കിട്ടിയിട്ടുമുണ്ട്. അതേ കാറ് തന്നെ പബ്ലിക്കിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു സ്വിമ്മിംഗ് പൂളാക്കി ആ കമ്പനിയെ വെല്ലുവിളിച്ചു. ശരിക്കും ആ കമ്പനി ആക്ഷൻ എടുക്കണമായിരുന്നു. ആക്ഷൻ എടുക്കുമെന്ന് അറിയില്ല. ഇനി ഇതുപോലെ ഒരു യൂട്യൂബറോ ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു മോട്ടോർ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. അതിന് തക്കതായ ശിക്ഷ കിട്ടുക തന്നെ വേണം. യൂട്യൂബറായാലും സെലിബ്രിറ്റികളായാലും ആരാണെങ്കിലും നിയമങ്ങളെന്നും പാലിക്കാനുള്ളത് തന്നെയാണ്. അത് പാലിക്കാതെ തോന്നിവാസത്തിന് അവനവന്റെ ഇഷ്ടത്തിന് പണത്തിന്റെ ആ ഒരു ഹുങ്ക് കാണിക്കുന്നത് ശരിക്കും അകത്തിടേണ്ട ഒരു കേസ് തന്നെയാണിത്. അപ്പം ഇതെല്ലാം സഞ്ജുവിന് ഒരു പുതിയൊരു സഞ്ജു ആവാൻ വേണ്ടിയുള്ളൊരു തുടക്കമാവട്ടെ. അപ്പം എന്തായാലും ആളെ ഇപ്പം ആലപ്പുഴയിൽ ഒരു ആശുപത്രിയിൽ സേവനം ചെയ്യുന്നുണ്ട്. അതെല്ലാം നല്ലതിന്. ഇനിയെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ലീഗലിനെ ലീഗലായിട്ടും ഇല്ലീഗലിനെ ഇല്ലീഗലായിട്ടും കാണുന്ന ആ ഒരു സ്വഭാവം മാറ്റുക. നമ്മുടെ ഇവിടെ ഓരോ നിയമങ്ങളുണ്ട്, അത് പാലിക്കാനുള്ളത് തന്നെയാണ്. മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് ആയാലും കേരള പോലീസ് ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അത് നമ്മൾ പാലിക്കുക തന്നെ വേണം. അപ്പം എന്തുകൊണ്ടാണ് ഇതുപോലൊരു വീഴ്ച പറ്റിയെന്ന് സഞ്ജു പഠിക്കേണ്ടതുണ്ട്. നല്ലൊരു വഴിയായി നല്ല രീതിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സഞ്ജുവിന് കഴിയട്ടെ. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.